സാഗര, ഞാൻ പറയാൻ പോകുന്ന സത്യം കേട്ട് നീ ഞെട്ടരുത് എന്ന് ഞാൻ പറയുന്നില്ല, നീ ഞെട്ടും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് വെറുതെ എന്തെങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ കാണിക്കേണ്ടെന്നൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് നമ്മൾ യൂട്യൂബിൽ നിന്ന് അതൊക്കെ ഒന്ന് മാറി ബിസിനസ്സിലേക്ക് പോകാനുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടായിരുന്നു. ഒന്നുമില്ല, സന്തോഷം വരുമ്പോ എനിക്കിങ്ങനെയാ. യൂട്യൂബിന്റെ വരുമാനം ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് നിനക്കോ? അപ്പൊ നമുക്കൊരു വരുമാന മാർഗമാണ് യൂട്യൂബ്. അപ്പൊ നമുക്ക് വരുമാനം ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്താൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അയ്യോ, ഇങ്ങനെ കണ്ണിച്ചോരല്ലാതെ സംസാരിക്കരുത് മുതലാളി. 2 സഹോദരിമാരും, ഒരു അമ്മ, ഒരു മുത്തശ്ശി, ഒരു കുടുംബമാണ് മര്യാദ. അന്ത്യാവോളം വെള്ളം കോരിയിട്ട് പടിക്കിലെത്തുമ്പോ കുട ഉടച്ചു എന്ന് പറയാറില്ലേ, അതുപോലെ കാര്യങ്ങൾ ഒന്നും അങ്ങോട്ട് ഒത്തു വരുന്നില്ല. അപ്പൊ ചെറിയൊരു ബിസിനസ്സിലേക്ക് ഒന്ന് മാറിയാലോ എന്നാണ്. അതിനൊക്കെ ഒത്തിരി കാശാവില്ലേ മോനെ? ഒരു അഭിപ്രായം. നിങ്ങളുടെ സപ്പോർട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഞാനും വരുന്നു. അപ്പോ ഇപ്പൊ എല്ലാവരും റീൽസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് റീൽസിലേക്ക് പോകാനാണ്. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഇത്രയും കാലത്ത് എന്റെ ഔദ്യോഗിക ജീവിതത്തില് സാർ എനിക്ക് ചെയ്തെന്നുള്ള സഹായം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. റീൽസിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താ പറയാ, അത്ര എക്സ്പെൻസ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം റീൽസിന് അത്ര വരുമാനമില്ല. അതെ അതെ. യൂട്യൂബിലാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അത്യാവശ്യം ആളുകൾ കാണുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഇനിയും വേണം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, എന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയിരിക്കും നിങ്ങളെ കാണുക എപ്പോഴും. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലെ റീൽസും യൂട്യൂബ് റീൽസും എല്ലാം ഉപയോഗിക്കും. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് എനിക്ക് പറയണം. ഞാൻ ഉള്ളിടത്തോളം കാലം നിന്നെ ഞാൻ ഒരിക്കലും പട്ടിണി കിട്ടില്ല. അതിനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. നമ്മൾ യൂട്യൂബിൽ കുക്കിംഗ് ആണ് കുറച്ച് കുറയ്ക്കാനുള്ളൊരു പരിശ്രമം നടത്തുന്നത്. കാരണം സമയം വളരെ പരിമിതികളാണ്. എന്റെ കൊച്ചമ്മ, സത്യം പറയാലോ, സാറ് ജോലി ചെയ്യുന്ന കണ്ടാ കഷ്ടം തോന്നും. പാവം, കാലത്ത് 6 മണിക്ക് ഓരോന്നുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി 8 മണിക്ക് ക്ഷീണിച്ച അവസരമായിട്ടാ വരുന്നത്. ഇതോടൊപ്പം തന്നെ നിങ്ങൾ ബിസിനസ്സിലും പാടെ വന്ന എവിടെ എന്താവും അല്ലേ? നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. നീയാണോ അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്? അയ്യോ അല്ല, എന്റെ ശക്തി അനുസരിച്ച് ഞാൻ പിന്തിരിപ്പിച്ചിട്ടേ ഉള്ളൂ. യൂട്യൂബ് നിർത്തല്ല, എന്തായാലും അതിന്റെ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു പരിപാടി നോക്കിക്കൊണ്ടിരിക്കണം. ആദ്യം ഇത് വിജയകരമാകുമെന്ന് നോക്കട്ടെ. നോക്കാനൊന്നുമില്ല, വിജയം സുനിശ്ചിതം. ഫാൻ ഒരിക്കലും നിർത്തരുത്. ഇല്ല, നിർത്തില്ല. നിങ്ങൾ അനു പറഞ്ഞ പോലെ ഒരു മാസത്തില് 1-2 വീഡിയോ മതി മതിന്ന് ശരിയും മതി. വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. നല്ല വീഡിയോ ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാനേ ശ്രമിക്കുള്ളൂ. നമ്മളെ ചോറല്ലേന്നത്. വെറുതെ ഇവരെവിടെ പോയാൻ എന്റെ അടുത്ത് തന്നെ വരും. എന്താ പറയാന്നുള്ളത് നമ്മൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ എന്ത് പറയാന്നുള്ളതാണ്. നമുക്ക് കാണാം.